وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം, വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 66-ാം അധ്യായമായ സൂറത്തു തഹ്രീമിലെ 2 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച തേൻ ഞാൻ ഇനി ഒരിക്കലും കുടിക്കുകയില്ല എന്ന ഒരു ശപഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തപ്പോൾ അത് ശരിയായില്ല എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ആരെങ്കിലും സത്യം ചെയ്ത് ആ ശപഥം ചെയ്യാതെ വന്നാൽ അതിന് പ്രായച്ചിത്തം നൽകി അതിൽ നിന്ന് മടങ്ങണമെന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തി. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ 1-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, സൈനബ ബീവിയുടെ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിച്ചത്. ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ശപഥം ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ആ സമയത്ത് പറഞ്ഞിരുന്നു, ഹഫ്സ, ഞാനിങ്ങനെ ഇനി ഒരിക്കലും തേൻ കുടിക്കുകയില്ല എന്ന് നിന്നോട് ശപഥം ചെയ്ത കാര്യം, ഞാനിത് പറഞ്ഞ കാര്യം മറ്റൊരാളെയും നീ അറിയിക്കരുത് എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞിരുന്നു. എന്നാൽ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ആ വിവരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. നബിതങ്ങൾ ഹഫ്സയോട് പറഞ്ഞു, ഒരാളോടും പറയരുത്. ഹഫ്സയും ആയിഷയും തമ്മിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. അവര് തമ്മിൽ കൂടിയാലോചിച്ച വിവരവും അവര് ചെയ്ത ആസൂത്രണങ്ങളൊന്നും ആരറിഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും മനസ്സിലാക്കിയത് മറഞ്ഞ എല്ലാ കാര്യങ്ങളും, അമ്പിയാക്കളോ ഔലിയാക്കളോ ഒക്കെ മറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയും എന്ന ഒരു വിശ്വാസം ഒരിക്കലും ശരിയല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് നിന്ന് ആയിഷയും ഹഫ്സയും കൂടി ഒരു ആലോചന നടത്തുകയാണ്. കുറച്ച് അപ്പുറത്ത് നിന്നാണ് ചർച്ച. അള്ളാഹുവിന്റെ റസൂൽ ആ വിഷയം അറിഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് നബിതങ്ങൾ അറിയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയേ, ഇതാ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഹഫ്സയോട് അങ്ങ് പറഞ്ഞു, എന്ത്? മറ്റൊരാളോട് പറയരുത്. പക്ഷേ ഹഫ്സ ആയിഷയോട് വിവരം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഹിയിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുണ്ടായ തന്റെ സ്വകാര്യം പുറത്തു പോയ വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ എല്ലാ വിഷയങ്ങളും, അവിടെ അതിനു മുമ്പുണ്ടായ ചർച്ചകളൊക്കെ അറിഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിക്കുകയും ചെയ്തില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും തന്റെ ഭാര്യമാർക്ക് കൃത്യമായ താക്കീത് നൽകുകയും ചെയ്യുകയാണ് ഇവിടെ 3-ാമത്തെ ആയത്തിലൂടെ. എന്താണത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. 3-4 ആയത്തുകൾ അതിന്റെ പദാർത്ഥവും അതിന്റെ അർത്ഥവും നമുക്ക് നോക്കാം. വൈദ് അസറ നബിയു, അസർ സിർ രഹസ്യം. വൈദ് അസറ
സ്വകാര്യം പറഞ്ഞ സന്ദർഭം, വഇദ് അസറ രഹസ്യം പറഞ്ഞ സന്ദർഭം. ആര്? അന്നബിയു പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വകാര്യം പറഞ്ഞു. എന്താണ് ആ സ്വകാര്യം? നമ്മൾ പറഞ്ഞു, ഹഫ്സയോട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ വിഷയം മറ്റൊരാളോട് പറയരുത്. ഇലാ ബഅദി അസ്വാജിഹി, ബഅദ് അല്പം, ചിലർ, അസ്വാജ് തന്റെ ഭാര്യമാരിലെ ചിലരിലേക്ക്, ഹദീസൻ ഒരു വർത്തമാനം, ഹദീസ് വർത്തമാനം, അസ്വാജ് ഭാര്യമാർ, ബഅദ് ചിലർ. وَإِذْ يَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا, തന്റെ ഭാര്യമാരിൽ ചിലരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വർത്തമാനം, ഹദീസ് വർത്തമാനം രഹസ്യമായി, അസർ രഹസ്യമായി പറഞ്ഞ സന്ദർഭം. فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَنْ بَعْضٍ. അങ്ങനെ ഫലമ്മാ നബ്ബഅത്ത്, എന്നിട്ട് അവൾ വിവരമറിയിച്ചപ്പോൾ, ആര്? ഹഫ്സ വിവരമറിയിച്ചു, ബിഹി അതിനെക്കുറിച്ച്, നബ്ബഅ വിവരമറിയിക്കുക, ആര്? ഹഫ്സ ബീവി വിവരമറിയിച്ചു അതിനെക്കുറിച്ച്, ആ രഹസ്യത്തെക്കുറിച്ച്. വഅൽഹറഹു, അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു, അല്ലാഹു അലൈഹി അതിനെപ്പറ്റി. വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അത് ആ രഹസ്യം പുറത്തു പോയ വിവരം അത് അല്ലാഹു തആല വെളിവാക്കി കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് അറഫ, അദ്ദേഹം മനസ്സിലാക്കി, ബഅ്ളഹു അതിൽ ചിലത് മനസ്സിലാക്കുകയും, വഅറള വിട്ടുകളയുകയും ചെയ്തു, അൻ ബഅ്ളിൻ ചിലതിനെ. ആ വിഷയങ്ങളിൽ, മൊത്തത്തിൽ ആ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നടന്ന ചർച്ചകളും എല്ലാം അറിയിച്ചു കൊടുത്തു. പക്ഷേ ചില കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയും ചില കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വിട്ടു നിൽക്കുകയും ചെയ്തു. ഫലമ്മാ നബ്ബഅഹ, അങ്ങനെ അദ്ദേഹം അവൾക്ക് വിവരമറിയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവിയെ വിവരം അറിയിച്ചു, ബിഹി അതിനെപ്പറ്റി. നീ എന്തിനാണ് അത് പറഞ്ഞത്? ഞാൻ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നീ ആയിഷയോട് അത് പറഞ്ഞില്ലേ? ആ കാര്യം അല്ലാഹുവിന്റെ റസൂല് അവൾക്ക് വിവരം നൽകിയപ്പോ, ഖാലത്ത് അവൾ പറഞ്ഞു, മൻ അംബഅക, അവൾ ചോദിച്ചു, മൻ അംബഅക, ആരാണ് നബിയെ അങ്ങേക്ക് ഈ വിവരം അറിയിച്ചു തന്നത്? മൻ അംബഅക ഹാദാ, ഇത് അങ്ങേക്ക് ആരാണ് അറിയിച്ചു തന്നത് എന്ന് ചോദിച്ചപ്പോ, ഖാല അദ്ദേഹം നബി തങ്ങൾ പറഞ്ഞു, നബ്ബഅനി, എനിക്ക് വിവരം അറിയിച്ചു തന്നു, അൽ അലീമു സർവജ്ഞനും, അൽ ഖബീർ സൂക്ഷ്മമായി അറിയുന്നവനുമായ റബ്ബ് എനിക്കത് കൃത്യമായി അറിയിച്ചു തരികയും ചെയ്തു എന്ന് ആ ഭാര്യയോട്, ഹഫ്സയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വിഷയം മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സയോട് ഒരു രഹസ്യം പറയുന്നു, എന്നിട്ട് അത് ആരോടും പറയരുത് എന്ന് ചട്ടം കെട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിബന്ധന വെക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യം പറഞ്ഞ ആ കാര്യം ഹഫ്സ ബീവി ആയിഷ ബീവിയോട് പറയുന്നു. എന്നാൽ അവിടെ നടന്ന ചർച്ചകളും ഈ രഹസ്യം പുറത്തായ വിഷയവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നതിന് മുമ്പ് അറിയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം വെളിവാക്കി കൊടുത്തു. ചില ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും അത് പുറത്ത് പറഞ്ഞാൽ, അത് പറഞ്ഞാൽ തന്റെ ഭാര്യമാർക്ക് വല്ലാത്ത മാനസികമായ പ്രയാസമാകും. അത് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യവും എന്ത് ചെയ്തില്ല? പുറത്തു വിട്ടില്ല. എന്നാൽ ചില കാര്യം അവരെ അറിയിച്ചു. അതാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. ആ വിവരം, ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിവാക്കി, ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഫലമ്മാ നബ്ബഅഹാ ബിഹി, ഹഫ്സ ബീവിയോട് വിവരം പറഞ്ഞപ്പോ അവര് ചോദിച്ചു, മൻ അംബഅക ഹാദാ, ആരാണ് ഇത് അങ്ങേ വിവരം അറിയിച്ചത്? ഹഫ്സ ബീവിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഹഫ്സ ബീവി ചിന്തിച്ചത്, ഞാൻ ആയിഷയോട് പറഞ്ഞ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ പറഞ്ഞോ, എന്നോട് ഹഫ്സയാണ് ഇത് കാര്യം പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത് ആയിഷയായിരിക്കുമോ എന്ന ഒരു ചിന്ത ഹഫ്സ ബീവിയുടെ മനസ്സിൽ.
നബി തങ്ങളോട് ചോദിച്ചു, ആരാണ് അങ്ങേക്ക് ഈ വിവരം തന്നത്? അങ്ങേ ആരാണ് ഈ വിവരം അറിയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബ്ബഅനിയൽ അലീമുൽ ഖബീർ, സൂക്ഷ്മമായി അറിയുന്ന സർവജ്ഞനായ റബ്ബാണ് എനിക്ക് വിവരം അറിയിച്ചത് എന്ന മറുപടി അള്ളാഹുവിന്റെ റസൂൽ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ ഇവിടെ ഇവർ കുറ്റക്കാരാണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആലോചന ഈ ഭാര്യമാര് നടത്താൻ പാടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം മറ്റൊരാളോട് പറയരുത് എന്ന് പറഞ്ഞ് ഒരു രഹസ്യം പറഞ്ഞാൽ ആ രഹസ്യം ഒരിക്കലും പുറത്താക്കാൻ പാടില്ല. രഹസ്യം എന്ന് പറയുന്നത് വലിയ ഒരു അമാനത്താണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശവും കൂടിയാണത്. എന്ത്? രഹസ്യം എന്ന് പറയുന്നത് വലിയ ഒരു അമാനത്താണ്. ഒരാൾ നമ്മോടൊരു കാര്യം പറഞ്ഞു, അതീവ രഹസ്യമായിട്ടാ പറഞ്ഞത്. മറ്റൊരാളെ അറിയിക്കരുത് എന്ന് പ്രത്യേകം നമ്മൾ ചട്ടം കെട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം നമ്മോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അമാനത്താണ്. അതിലൊരിക്കലും വഞ്ചന കാണിക്കാൻ പാടില്ല. നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു സ്വകാര്യം നമ്മോട് പറഞ്ഞാൽ അത് പുറത്തു വിടുക എന്നത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല, അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഇന്ന് പല ആളുകളിലും ഉള്ള ഒരു ദുസ്വഭാവമാണത്. ഒരാൾ വന്നിട്ട് എന്നോട് പറയും, സ്വകാര്യമായിട്ട് പറയും. ചില ആളുകളുടെ മനസ്സിൽ സ്വകാര്യം നിൽക്കുകയില്ല. അത് 4 ആളുകളോട് എങ്ങനെയെങ്കിലും പറഞ്ഞാലേ അവനൊരു മനസ്സമാധാനം ഉണ്ടാകുള്ളൂ. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അത്തരം ദുഷിച്ച സ്വഭാവം പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം ഉണ്ട്. നമ്മിൽ അത് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആൻ കൃത്യമായി ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. ഒരാൾ ഒരു സ്വകാര്യം നമ്മോട് പറഞ്ഞാൽ അതൊരിക്കലും മറ്റൊരാൾ അറിയാൻ തല പോയാലും അത് മറ്റൊരാളെ അറിയിക്കാൻ പാടില്ല. നമ്മുടെ നാവിലൂടെ അത് പുറത്തു പോകാൻ പാടില്ല. ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സാപ്പിലൂടെ പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിക്കും, നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യും, കുടുംബ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യും. തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അന്നോൾ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പഴയ ക്ലിപ്പുകളൊക്കെ പുറത്തു വിട്ട് അവരെ അപമാനിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നും ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ, ഒരു മുവഹ്ഹിദായ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് എന്ന മഹത്തായ ഒരു പാഠം, ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുകൂടെ നമ്മൾ അറിയുക. ഒരാള് നമ്മുടെ PM-ൽ വന്ന് ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ, നമ്മളെ കുടുംബത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം അത് മറ്റുള്ള ആളുകൾ അറിയരുത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ഹദീസിൽ പറഞ്ഞതായി കാണാം. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭയാനകരമായ രഹസ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വകാര്യതയാണ്. അവര് തമ്മിലുള്ള സംഭാഷണങ്ങളാണ്, അവര് തമ്മിലുള്ള രഹസ്യങ്ങളാണ്. ഒരു ഭാര്യ ഭർത്താവിന്റെയോ ഭർത്താവ് ഭാര്യയുടെയോ ഒരു രഹസ്യം പറഞ്ഞു, ആ രഹസ്യം മറ്റുള്ള ആളുകളോട് പറയുന്നത്, അതാണ് അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവമായിട്ട് എടുക്കുക. അതിന് ഭയാനകരമായ ശിക്ഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ രഹസ്യവും നമ്മൾ എന്ത് ചെയ്യരുത്? അത് പുറത്താക്കാൻ പാടില്ല. നമ്മോട് രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടേതും പാടില്ല. ശത്രുക്കളുടേതാണെങ്കിൽ പോലും അത് പുറത്തുവിടാൻ പാടില്ല. നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞാൽ, വിശ്വാസികളുടേതാകുമ്പോൾ അത് ഗൗരവമാണ്. സ്വന്തം ഇണകളുടേതാണെങ്കിൽ അതീവ ഗൗരവമുള്ളതാണ്. ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ആ രഹസ്യം നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന മഹത്തായ പാഠമാണ്. എന്നാൽ ആയിഷ ബീവിയും അതേ പ്രകാരം ഹഫ്സ ബീവിയും, ഈ 2 ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു രഹസ്യം അവർക്കൊരിക്കലും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം ചർച്ച ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? അവരെ 2 പേരെയും അഭിമുഖീകരിച്ചുകൊണ്ട്, ഈ 2 ആളുകളുടെയും പ്രവർത്തനം ഒരിക്കലും ശരിയായില്ല. ആ ഗൂഢപ്രവർത്തനങ്ങളിലാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. إن تتوبا രണ്ടാളുകൾ തൗബ, ഇൻ തതൂബ, നിങ്ങൾ 2 ആളുകളും തോബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയാൽ, ആ 2 ആളും ഹഫ്സ ബീവിയും അതുപോലെ ആയിഷ ബീവിയും 2 പേരും തോബ ചെയ്ത് പക്ഷാതപിച്ചു മടങ്ങിയാൽ, ആരിലേക്ക് പക്ഷാതപിച്ചു മടങ്ങുക? ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ 2 പേരും ഖേദിച്ചു മടങ്ങിയാൽ, ഫഖദ് സ്വഗത്, എന്നാൽ
വഴുതി പോയിട്ടുണ്ട് കുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾ വഴുതി പോയിട്ടുണ്ട്, ചെരിഞ്ഞു പോയിട്ടുണ്ട്. വ ഇൻ തളാഹറ, നിങ്ങൾ രണ്ടാളും സഹായം നൽകിയാലോ, അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ, അദ്ദേഹത്തിന് എതിരായി നിങ്ങൾ രണ്ടുപേരും സഹായം നൽകിയാലോ, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ മൗലാഹു, അവനാണ് അദ്ദേഹത്തിന്റെ സഹായി, അദ്ദേഹത്തിന്റെ മൗല. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ മൗല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി മൗല അത് അല്ലാഹുവാണ്. വ ജിബ്രീലു, ജിബ്രീലുമാണ്. വ സ്വാലിഹുൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ ഏറ്റവും സദ്വൃത്തരായ ആളുകളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല. പിന്നെയോ വൽ മലായികത്തു, മലക്കുകളുമാണ്. ബഅദ ദാലിക, അതിന്റെ പുറമെ വഹീർ, സഹായം നൽകുന്നവരുമാണ്. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥം. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിങ്കലേക്ക് പക്ഷാതപിച്ചു മടങ്ങുന്ന പക്ഷം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പക്ഷാതപിച്ചു മടങ്ങുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വളരെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആലോചന നടത്തിയവരാണ്. അള്ളാഹുവിന്റെ റസൂല് മറ്റൊരാളോട് പറയരുത് എന്ന് പറഞ്ഞ കാര്യം മറ്റുള്ള ആളുകളോട് പറഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റഹ്മാനായ റബ്ബിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങണം. എന്തിനാ നിങ്ങൾ പക്ഷാതപിച്ച് മടങ്ങുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങൾ ചെരിഞ്ഞു പോയിട്ടുണ്ട്, വഴുതി പോയിട്ടുണ്ട്. ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒരു ആലോചനയാണ്, ചിന്തയാണ് നിങ്ങളുടെ ഹൃദയത്തിന് വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പക്ഷാതപിച്ച് മടങ്ങണം. നിങ്ങൾ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പരസ്പരം പിന്തുണ നൽകുകയാണെങ്കിലോ, നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങ് മോശക്കാരനാക്കണം എന്നതാണ് നിങ്ങളുടെ ധാരണ എങ്കിൽ അറിഞ്ഞേക്കുക. നിങ്ങൾ അറിഞ്ഞേക്ക്, ശക്തമായ താക്കീത്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായിയാണ്. അല്ലാഹു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി മൗല, പിന്നെ ജിബ്രീലും സത്യവിശ്വാസികളാകുന്ന സദ്വൃത്തരും, അതിനു പുറമെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ പിന്തുണയും സഹായവും നൽകുന്നവരാണ് എന്ന ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ ഭാര്യമാർക്ക് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തതാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. നാലാമത്തെ ആയത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കിട്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാളുടെയും ഒരു രഹസ്യവും പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ നമ്മൾ അറിയാതെ ആരുടെയെങ്കിലും രഹസ്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വലിയ കുറ്റമാണ്. ആ കുറ്റത്തിന്റെ പരിഹാരം എന്താണ്? അള്ളാഹുവിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങലാണ്. റഹ്മാനായ റബ്ബിനോട് കൃത്യമായി പക്ഷാതപിച്ച് മടങ്ങണം. ആരുടെയെങ്കിലും രഹസ്യം നാം പുറത്ത് മറ്റൊരാരോടെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തി അവരെ നമ്മൾ ആ രീതിയിൽ പിന്നീട് പിണങ്ങുകയോ മറ്റോ സാഹചര്യങ്ങളിൽ അവരെ നമ്മൾ ആ നിലക്ക് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി അവരോട് മാപ്പ് ചോദിച്ച് റഹ്മാനായ റബ്ബിനോട് പക്ഷാതപിച്ച് മടങ്ങണം എന്ന മഹത്തായ ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രിയപ്പെട്ട പ്രവാചകനെ എതിർക്കുകയും ആക്ഷേപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അപമതിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ എതിർത്തു, പ്രിയപ്പെട്ട പ്രവാചകന്റെ സുന്നത്തുകളെ മോശമായി ചിത്രീകരിച്ചു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളെ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഈ കാലഘട്ടത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അവഗണിക്കുന്ന ആളുകൾക്കുള്ള ഒരു പാഠമാണ്. എന്താണ്? അറിഞ്ഞേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളുടെ മൗല സഹായി ജിബ്രീലും സത്യവിശ്വാസികളും സദ്വൃത്തരാകുന്ന ആളുകളും അതേ പ്രകാരം മലക്കുകളുമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട പ്രവാചകനെ നിങ്ങൾ ആക്ഷേപിച്ചു എന്നതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നിങ്ങൾ തിരസ്കരിച്ചു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു കോട്ടവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ മൗല സഹായി അല്ലാഹുവാണ് എന്ന
കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെയും അവന്റെ ഹബീബിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.